ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു തിയറം പറയാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് തിയറംസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് തിയറം, ഫോർ ഓൾ ഗ്രൂപ്പ് ജി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് യുണീക്ക്. എല്ലാ ഗ്രൂപ്പിലും ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രൂഫ് നോക്കുന്ന സമയത്ത് യുണീക്ക് അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ യുണീക്ക് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒന്നിൽ കൂടുതൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഒരു ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് E1 E2 ആണ്. ലെറ്റ് E1 ആൻഡ് E2 ബി ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഓഫ് ഗ്രൂപ്പ് ജി. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട് E2 കൺസിഡർ ചെയ്യുക. ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട് E2 കൺസിഡർ ചെയ്യുക. അപ്പോൾ E1 അവിടെ ഓൾറെഡി ഒരു എലമെൻ്റ് ആണല്ലോ. ഐഡൻറ്റിറ്റി ആണോ അല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ഇപ്പോൾ E2 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, E1 അപ്പോൾ ഇവിടുത്തെ ഒരു സാധാ ഒരു എലമെൻ്റായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, E1 സ്റ്റാർ E2 ഈക്വൽ ടു E1 ഈക്വൽ ടു E2 സ്റ്റാർ E1. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് പറയാറ്? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ, അല്ലെങ്കിൽ ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. ഒരു ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിനെ വേറൊരു എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയാം അല്ലേ. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട് E2 പ്ലേസ് ചെയ്തു, എലമെൻ്റായിട്ട് E1 പ്ലേസ് ചെയ്തു. അപ്പോൾ E1 സ്റ്റാർ E2 ഈക്വൽ ടു എന്ത് കിട്ടണം? അവിടെ എലമെൻ്റായിട്ടുള്ള E1 കിട്ടണം. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ എലമെൻറ്റ് തന്നെ കിട്ടുന്നുണ്ടെന്ന് എഴുതി. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഈ E1 എന്ത് തന്നെയാണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് E1 ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റും E2 ഒരു എലമെൻറ്റുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? E2 സ്റ്റാർ E1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടണം? E2 കിട്ടണം. അതേപോലെ തന്നെ E1 സ്റ്റാർ E2 ഈക്വൽ ടു E1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് സ്ഥലത്ത്, അതായത് ഇവിടെ E2 സ്റ്റാർ E1 ഉണ്ട്, ഇവിടെ E2 സ്റ്റാർ E1 ഉണ്ട്. അത് രണ്ടും എന്താണ്? ഈക്വൽ അല്ലേ. അവിടെ നമുക്ക് രണ്ടും എന്താ? E1 E2 രണ്ട് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? E1 ഈക്വൽ ടു E2 തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കില്ല ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട്, ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, അത് യുണീക്ക് ആയിരിക്കും. തിയറം 1 എന്തായിരുന്നു? ഒരു ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അത് പ്രൂവ് ചെയ്തതും ഇങ്ങനെ തന്നെയാണ്. രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് എടുത്തു, എന്നിട്ട് അത് ഈക്വൽ ആണെന്ന് കാണിച്ചു അല്ലേ. അതേപോലെ തന്നെയാണ് തിയറം 2, പക്ഷേ അവിടെ ഐഡൻറ്റിറ്റിക്ക് പകരം ഇവിടെ ഇൻവേഴ്സ്. ഓക്കെ, ഇവിടെ നോക്കുക, ദ ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ജി ഈസ് യുണീക്ക്. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ ഇൻവേഴ്സും എങ്ങനെ തന്നെ ആയിരിക്കും? യുണീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു ഗ്രൂപ്പിൽ ഒരു എലമെൻ്റ് എടുക്കുന്നു, അതിൽ രണ്ട് ഇൻവേഴ്സ് ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ആ രണ്ട് ഇൻവേഴ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അത് യുണീക്ക് ആണെന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ പ്രൂഫ് നോക്കാം. ലെറ്റ് എ ബിലോങ്സ് ടു ജി, ദെൻ എ എന്ന് പറയുന്നത് ജിയിലൊരു എലമെൻ്റ് ആണ്. സോ A1 ആൻഡ് A2 ബി ടു ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എ. അതായത് A1 എന്ന് പറയുന്നതും A2 എന്ന് പറയുന്നതും ആ എലമെൻറ്റിലെ രണ്ട് ഇൻവേഴ്സുകളാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? A ഇൻറ്റു A ഇൻവേഴ്സ്, ഇൻറ്റു എന്നല്ല ഓപ്പറേഷൻ, A സ്റ്റാർ A ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതായത് E എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്തെടുത്തു? A എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണ്, A1 എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് ആണ്. സോ അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? A സ്റ്റാർ A1 ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് E വിച്ച് ഇസ് ഈക്വൽ ടു A1 സ്റ്റാർ A. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അതുപോലെ A2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഇൻവേഴ്സ് തന്നെയാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? A സ്റ്റാർ A2 ഈക്വൽ ടു E വിച്ച് ഇസ് ഈക്വൽ ടു A2 സ്റ്റാർ A. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. ഓക്കെ, ഇനി ഒരു എലമെൻറ്റ് A1 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഏതൊരു നമ്പറിനെയും അതിൻ്റെ ഐഡൻറ്റിറ്റിയുമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് തന്നെയല്ലേ കിട്ടുക. ഇപ്പോൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ പ്ലസിൻ്റെ ഐഡൻറ്റിറ്റി 0 ആണ്. സോ 1 + 0 ഈക്വൽ ടു 1 തന്നെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ A1 നമുക്ക് ഐഡൻറ്റിറ്റിയുമായിട്ട് എങ്ങനെ എഴുതാം? A1 സ്റ്റാർ E എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു A1 സ്റ്റാർ ഇക്ക് പകരം ഈ ഇക്വേഷൻ നമ്പർ 2ലുള്ള A സ്റ്റാർ A2 എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ ഇക്ക് പകരം. സോ അവിടെ എന്ത് വരും? A1 സ്റ്റാർ A സ്റ്റാർ A2 എന്ന് വരും. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ആ ബ്രാക്കറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താ വരിക? A1 സ്റ്റാർ A സ്റ്റാർ A2. ഓക്കെ, ഇനി A1 സ്റ്റാർ A ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് എന്താ? ഇക്വേഷൻ നമ്പർ 1ലുള്ള ടേം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് E എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? E സ്റ്റാർ A2 എന്ന് കിട്ടി. സോ ഏതൊരു എലമെൻറ്റും ഈൻ്റെ കൂടെ, അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ കൂടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക അല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു A2. അപ്പോൾ നമ്മൾ തുടങ്ങിയത് A1 നിന്നാണ്, അവസാനിച്ചത് A2 നിന്നാണ്. സോ എന്ത് കിട്ടി? A1 ഈക്വൽ ടു A2.
സോ ഹെൻസ് ഇൻവേഴ്സ് എലമെൻറ്റ് ഇസ് യൂണീക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് തിയറം 3. ഓക്കെ, തിയറം 3യിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയറം 3, ഇഫ് എ ബി സി ബിലോങ്സ് ടു ജി ദെൻ എ ബി ഈക്വൽ ടു എ സി ഇംപ്ലൈസ് ബി ഈക്വൽ ടു സി. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ എന്നാണ് വിളിക്കുക. അതിവിടെ നോക്കുക, എ ബി ഈക്വൽ ടു എ സി, അതിൽ എ എന്ന് പറയുന്ന എലമെൻറ്റ് രണ്ടെണ്ണത്തിൻ്റെയും ഈക്വലിൽ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലല്ലേ, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ഈക്വൽ ടു സി എന്ന് കിട്ടും. അത് നമ്മൾ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ബി എ ഈക്വൽ ടു സി എ ഇംപ്ലൈസ് ബി ഈക്വൽ ടു സി. അതിൽ എ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ്, അപ്പോൾ റൈറ്റ് ആ രണ്ട് എയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റും. അത് നമ്മൾ റൈറ്റ് ക്യാൻസലേഷൻ ലോ എന്ന് പറയും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ, എ ബി ഈക്വൽ ടു എ സി ആണെന്ന് അസ്യൂം ചെയ്യുന്നു, ബി ഈക്വൽ ടു സി ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതുപോലെ അടുത്ത് റൈറ്റ് ക്യാൻസലേഷൻ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ബി എ ഈക്വൽ ടു സി എ ആണെന്ന് എടുക്കുന്നു, ബി ഈക്വൽ ടു സി ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം എ ബി ഈക്വൽ ടു എ സി എന്ന് എടുത്തു. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും, അതായത് എ ബി ഈക്വൽ ടു എ സിയുടെ ബോത്ത് സൈഡിൽ നമ്മൾ എ ഇൻവേഴ്സ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അതാണ് അവിടെ മൾട്ടിപ്ലൈ ബൈ എ ഇൻവേഴ്സ് ഓൺ ലെഫ്റ്റ്. സോ അവിടെ എന്ത് കിട്ടും, എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ സി. രണ്ട് സൈഡിലെ ലെഫ്റ്റിലും എ ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തു. ഇനി നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്ത് വരും, എ ഇൻവേഴ്സ് എ ഇൻറ്റു ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എ ഇൻറ്റു സി എന്ന് കിട്ടും അല്ലേ? ഇനി ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം എന്താ, ഇൻവേഴ്സിൻ്റെ ഇക്വേഷനിൽ, അതായത് എയും എ ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഐഡൻറ്റിറ്റി ഇ ആണ് കിട്ടുക. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഇൻവേഴ്സ് വെച്ച് നമുക്ക് എന്ത് പറയാം, ഇ ആണെന്ന് പറയാം. സോ ഇ ബി ഈക്വൽ ടു ഇ സി. ഇനി ഏതൊരു എലമെൻറ്റിനെയും ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. സോ നമുക്ക് എന്താ, ബി ഈക്വൽ ടു സി എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ എ ബി ഈക്വൽ ടു എ സിയിൽ നിന്ന് തുടങ്ങി ബി ഈക്വൽ ടു സിയിൽ അവസാനിച്ചു. സോ അതെന്താ, ലെഫ്റ്റ് ക്യാൻസലേഷനിലോ നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തത് റൈറ്റ് ക്യാൻസലേഷൻ. ഇതേപോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ അവിടെ ലെഫ്റ്റിൽ മൾട്ടിപ്പിൾ ചെയ്തത് ഇവിടെ റൈറ്റിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. നോക്കാം, ബി എ ഈക്വൽ ടു സി എ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബോത്ത് സൈഡും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. സോ ബി എ ഇൻറ്റു എ ഇൻവേഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു സി എ ഇൻറ്റു എ ഇൻവേഴ്സ്. നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം ഈ ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്തു. സോ ബി ഇൻറ്റു എ ഇൻവേഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എ ഇൻവേഴ്സ്. ഇനി എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആണെന്നറിയാം. സോ ബി ഇ ഈക്വൽ ടു സി ഇ എന്ന് വരും. ഇനി ഏതൊരു എലമെൻറ്റും ഐഡൻറ്റിറ്റി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. സോ നമുക്ക് എന്ത് പറയാം, ഡി ഈക്വൽ ടു സി എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതായത് ബി എ ഈക്വൽ ടു സി എയിൽ നിന്ന് തുടങ്ങി ബി ഈക്വൽ ടു സി എന്ന് കിട്ടി. അപ്പോൾ റൈറ്റ് ക്യാൻസലേഷൻ ലോയും എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് തിയറം 4. തിയറം 4 എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് ദ ഇൻവേഴ്സ് ഓഫ് എ ഈസ് എ ഇൻവേഴ്സ് ദെൻ എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ. എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതെന്താ, എ ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ അതെന്തായിരിക്കും, എ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത് എൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എ ആണെന്ന് കാണിക്കണം. ഓക്കെ അല്ലേ? ഇവിടെ നോക്കാം, ലെറ്റ് പ്രൂഫ് നോക്കാം. ലെറ്റ് എ ഇൻവേഴ്സ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ആണല്ലോ. അത് നമുക്കറിയാം, എൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എന്താ അറിയാം, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതായത് ഇ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. അത് നമ്മൾ എന്ത് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പോൾ ഇപ്പം നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ എഴുതിയത് എന്താ, എയും എയിൻ്റെ ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എഴുതിയത്. ഇനി അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത് എ ഇൻവേഴ്സിനെ വെച്ചിട്ട് എഴുതുക. അതായത് എയിൻ്റെ ഇൻവേഴ്സ് എഴുതുമ്പോൾ എങ്ങനെയാണ്, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സിനെ എഴുതുന്നത് എങ്ങനെയാണ്, എ ഇൻവേഴ്സും അതിൻ്റെ ഇൻവേഴ്സും. ഓക്കെ, അപ്പോൾ എന്ത് വരും, എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. അതിനെ തിരിച്ചു എഴുതി, എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നമ്മൾ എഴുതി വെച്ചു. ഇക്വേഷൻ നമ്പർ 1ൽ എയും എയിൻ്റെ ഇൻവേഴ്സും കൂടെ എഴുതി. ഇക്വേഷൻ നമ്പർ 2ൽ എ ഇൻവേഴ്സും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ വെച്ചാൽ, എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സിനെ നമുക്ക് എന്ത് എഴുതാം, നമുക്കറിയാം ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് ഐഡൻറ്റിറ്റിയുടെ കൂടെ എഴുതാം എന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് നമുക്ക് എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സിനെ നമുക്ക് എന്ത് എഴുതാം,
എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഇ എന്ന് എഴുതിക്കൂടെ? കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ എന്നാണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് ഒരു സൈഡ് എടുത്തു, എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എടുത്തു, അതിനെ ഇൻറ്റു ഇ വെച്ച് എഴുതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഇക്ക് പകരം ഇക്വേഷൻ നമ്പർ 1 ആ ടേം കൊടുക്കാമല്ലോ. ഇക്ക് പകരം എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്താ വരിക? എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ. ഓക്കെ, ഇനി ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം ഏതാ? ഇക്വേഷൻ നമ്പർ 2 ടേം അല്ലേ? അപ്പോൾ അതിന് പകരം നമുക്ക് ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇ ഇൻറ്റു എ വരും. ഇനി നമുക്കറിയാം ഇൻ്റെ കൂടെ ഏതൊരു എലമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്താലും ആ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. സോ എ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതാണ് തിയറം 4 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ 3 തിയറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.